എൻ്റെ പേര് ഗോവിൻ. എൻ്റെ പേര് വില്ലി. നമ്മൾ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. സോ നീറ്റ് 2023 എഴുതി ഏത് കോളേജ് തിരഞ്ഞെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ ഏവരും നിൽക്കുന്നത്. സോ കണ്ണൂർ മെഡിക്കൽ കോളേജിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനും ഇവിടുത്തെ ലാസ്റ്റ് റാങ്ക് കിട്ടുന്നതിന് ഷെയർ ചെയ്യാനുമാണ് നമ്മൾ വന്നിരിക്കുന്നത്. കണ്ണൂർ മെഡിക്കൽ കോളേജിനെ പറ്റി പറയാനാണെങ്കിൽ കേരളത്തിൽ നമുക്ക് ബെസ്റ്റ് മെഡിക്കൽ കോളേജസിലൊന്നാണ് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. ആൻഡ് ഇവിടുത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിലെ നമ്മുടെ ഫൈനസ്റ്റ് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്. ആൻഡ് ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് കേസ് പറഞ്ഞാലും ഇൻക്ലൂഡിങ് ഗൈനക്കൊക്കെ അത്യാവശ്യം നല്ല പ്രസിദ്ധം തന്നെയാണ് കേരളത്തിൽ. ഇവിടെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് തന്നെയാണ് പഠിപ്പിക്കാനും അതായത് ജോലി ചെയ്യാനൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ കാസർഗോഡ് പോലുള്ള ജില്ലയിൽ മെഡിക്കൽ കോളേജ് ഇല്ലാത്തതുകൊണ്ടും വയനാട്, കാസർഗോഡ്, മംഗലാപുരം പോലുള്ള ജില്ലയിൽ നിന്ന് പലതരം പേഷ്യൻസും ഇവിടെ റെഫേർഡ് ആയിട്ട് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് പല ഡിഫറെൻറ്റ് കേസസും പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്ന് ലഭിക്കുന്നു. ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ഗേൾസിനും ബോയ്സിനും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും മിസ് ടൈമിലും കോളേജിൽ നിന്ന് വരാനും പോകാനും ബസ്സസ് അവൈലബിൾ ആണ്. സെക്യൂരിറ്റീസിൻ്റെ പറയുകയാണെങ്കിൽ 24 മണിക്കൂറുമുള്ള സെക്യൂരിറ്റി ഗാർഡ്സ് 2 ഹോസ്റ്റലിലുണ്ട്. പിന്നെ 2 ഹോസ്റ്റലിലും യൂസ്ഫുൾ ആയിട്ടുള്ള ജിം ഫെസിലിറ്റീസും ബാഡ്മിൻ്റൺ കോർട്ടും ഉണ്ട്. ബോയ്സ് ഹോസ്റ്റലിൽ യൂണിയനാണ് മെസ് നടത്തുന്നത്. പിന്നെ ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യുന്ന കാഫറ്റീരിയ അവൈലബിൾ ആണ്. പിന്നെ ഫുട്ബോൾ സീസൺ, ക്രിക്കറ്റ് സീസണൊക്കെ വരുമ്പോൾ കാണാനായിട്ട് AC ഉള്ള ഒരു AV റൂമും ബോയ്സ് ഹോസ്റ്റലിലുണ്ട്. അക്കാഡമിക്സ് ആക്ടിവിറ്റീസും വളരെ മികവ് കാണിക്കുന്ന കോളേജാണ് കണ്ണൂർ മെഡിക്കൽ കോളേജ്. ഇവിടുത്തെ ആർട്സ് ക്ലബ്ബ് എല്ലാതരം ഇൻട്രസ്റ്റ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പല ഡിഫറെൻറ്റ് ക്ലബ്സും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡാൻസ് ക്ലബ്ബ്, മ്യൂസിക് ക്ലബ്ബ്, പുതുതായിട്ട് ഫിലിംസിലോട്ടൊക്കെ താല്പര്യമുള്ളവർക്ക് വേണ്ടി സിനിഫൈൽ എന്ന് പറയുന്ന ഒരു മൂവി ക്ലബ്ബ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ പലതരം ഡിഫറെൻറ്റ് കോമ്പറ്റീഷൻസ് നമ്മുടെ കോളേജിൽ നിന്ന് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ പോകാറുണ്ട്. നോർത്ത് സോൺ ആയിക്കോട്ടെ, ഇന്റർ സോൺ ആയിക്കോട്ടെ, പലതരം കോമ്പറ്റീഷൻ നമ്മൾ വിൻ ചെയ്യാറുണ്ട്. ആൻഡ് സ്പോർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ പുതുതായിട്ട് ഒരു നാഷണൽ ലെവൽ സ്പോർട്സ് സ്റ്റേഡിയം ഇവിടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഫുള്ളി സിന്തറ്റിക് ആയ ട്രാക്കും ഫുട്ബോളിന് പറ്റിയൊരു ഗ്രീൻ ഫീൽഡും ആൻഡ് ഷോർട്ട് പുട്ട് ആയിക്കോട്ടെ, ലോങ് ജമ്പ് ആയിക്കോട്ടെ, എല്ലാത്തരം സ്പോർട്സ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും ഇവിടെ എന്തുണ്ട് ഫെസിലിറ്റീസ് ഉണ്ട്. ആൻഡ് ബാസ്കറ്റ്ബോളിനായിക്കോട്ടെ, വോളിബോളിനായിക്കോട്ടെ പുതുതായിട്ടൊരു ഫീൽഡും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്രിക്കറ്റിന് പറ്റിയ നെറ്റ് ഫീൽഡും പുതുതായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എല്ലാത്തരം ഇൻട്രസ്റ്റും വളർത്തിയെടുക്കാൻ പറ്റും പെർഫെക്റ്റ് കോളേജായിട്ട് തന്നെയാണ് കണ്ണൂർ മാറിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്ത് തരം ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ അതെല്ലാം വളർത്തിയെടുക്കാനുള്ള ഫുൾ ഓപ്പർച്യൂണിറ്റീസും വേണ്ട എല്ലാ ഫെസിലിറ്റീസും കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നു. കണ്ണൂർ മെഡിക്കൽ കോളേജിലെ അക്കാഡമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീച്ചിങ് ഫാക്കൽറ്റിയാണ് ഇവിടെ നമുക്കുള്ളത്. ഓരോ ബാച്ചിനും അവരുടേതായ ക്ലാസ് ടീച്ചേഴ്സ് ഇവിടെ പ്രൊവൈഡ് ആണ്. ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടേതായ ക്ലാസ് റൂംസ് ഉണ്ട്. മാത്രമല്ല ഫസ്റ്റ് ഇയേഴ്സിന് മാത്രമായിട്ട് അവരുടെ അക്കാഡമിക് സ്ട്രെസ്സും മെന്റൽ സ്ട്രെസ്സും മാനേജ് ചെയ്യാനായിട്ട് 10 സ്റ്റുഡൻസ് വെച്ച് ഒരു മെന്റർ പ്രോഗ്രാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടി മെഡിക്കൽ ബുക്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ലൈബ്രറി ഇവിടെ പ്രൊവൈഡ് ആണ്. മാത്രമല്ല കമ്പൈൻ സ്റ്റഡിക്കും സെൽഫ് സ്റ്റഡിക്കും വേണ്ടി ഒരു റീഡിംഗ് റൂം ഉണ്ട്. 8-9 മണിവരെയൊക്കെയാണ് റീഡിംഗ് റൂമും ലൈബ്രറിയും പ്രവർത്തിക്കുന്നത്. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ ആളിന്റെ കൂടെ ലാസ്റ്റ് റാങ്ക് വന്നത് 9833. സ്റ്റേറ്റ് മെറിറ്റിലോട്ട് വരുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റിന് 892, ഈഴ വിഭാഗത്തിന് 1311, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ വന്നത് 2637, മുസ്ലിം വിഭാഗത്തിന് വന്നത് 1198, ബാക്ക്വേർഡ് ഹിന്ദുസിന് വന്നത് 1531, ലാറ്റിൻ കാത്തലിക് വിഭാഗത്തിന് വന്നത് 2263, അടുത്ത SCക്ക് 8514, STക്ക് 17411. ഇതെല്ലാം പറയുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ് ബേസിലാണ്. അതിന് സ്റ്റേയിലേക്ക് വരുമ്പോൾ ഇതിലും പിറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതൊരു ബാച്ചിലെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഫ്രഷേഴ്സ് ഉള്ള പല പരിപാടികളും ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ കോളേജിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നന്ദി.